പ്രിയ വിദ്യാർത്ഥികളെ, നെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് കോസെറ്റ്. എപ്പോഴാണ് ഒരു സെറ്റിനെ കോസെറ്റ് എന്ന് പറയാം? ഇഫ് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി, then for each A belongs to G, the set AH, that is AH, H belongs to H, is called left coset of H in G. This is called left coset of H in G. The set HA, that is HA, H belongs to H, is the right coset of H in G. നമ്മളിവിടെ രണ്ട് സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പോയാണ്. ഫസ്റ്റ് ജി സ്റ്റാർ ഒരു ഗ്രൂപ്പാണ്. എച്ച് സ്റ്റാർ ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ദെൻ നമ്മൾ ലെഫ്റ്റ് കോസെറ്റ്, റൈറ്റ് കോസെറ്റ് എന്നിങ്ങനെ രണ്ട് സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എന്താണ് ലെഫ്റ്റ് കോസെറ്റ്? അഥവാ എച്ച് എന്ന സെറ്റിൻ്റെ കൂടെ എയിലെ ഒരു എലമെൻ്റ് എടുക്കുക, ജിയിലെ ഒരു എലമെൻ്റ് എടുക്കുക, എന്നിട്ട് ഇതിനെ ലെഫ്റ്റ് ഓപ്പറേഷൻ ചെയ്യുക. എച്ചിലെ എല്ലാ എലമെൻറ്റ്സിനെയും എ കൊണ്ട് എന്ത് ചെയ്യുക? ലെഫ്റ്റ് ഓപ്പറേഷൻ ചെയ്യുക. ഈ കളക്ഷനാണ്, ദറ്റ് ഈസ് എ എച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എ എച്ച്, എച്ച് ബിലോങ്സ് ടു എച്ച്. ഈ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ലെഫ്റ്റ് കോസെറ്റ് എച്ച് ഇൻ ജി. അതുപോലെ എ എന്ന ജിയിലെ എലമെൻസിനെ എച്ചിനെ റൈറ്റ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് ഈസ് എച്ച് എ, that is HA equal to the set of all HA such that H belongs to H. This is called right coset of G, right coset of H in G. Okay. For example, നമുക്കറിയുന്ന ഒരു സെറ്റ് എടുക്കാം, Z4. Z4 0 1 2 3. ഇതിൻ്റെ സബ് ഗ്രൂപ്പുകൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ദറ്റ് ഈസ് 1 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന എല്ലാ എലമെൻറ്റ്സും എഴുതി നോക്കാം. ദാറ്റ് ഈസ് 1 വരും, 1 + 1 ദാറ്റ് ഈസ് 2 വരും, 2 + 1 ദാറ്റ് ഈസ് 3 വരും, 3 + 1 ദാറ്റ് ഈസ് 4, 4 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്, ദെർഫോർ 0 അല്ലേ? ഇതൊരു സബ് ഗ്രൂപ്പാണ്. നെക്സ്റ്റ് 2 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് എലമെൻറ്റ്സ് ദാറ്റ് ഈസ് 2, 2 + 2 ദാറ്റ് ഈസ് 4 ദാറ്റ് ഈസ് 0, 0 + 2 ദാറ്റ് ഈസ് 2 അഗെയിൻ. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് അല്ലേ? നെക്സ്റ്റ് 3 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സെറ്റ് ദറ്റ് ഈസ് 3 + 3 ദറ്റ് ഈസ് 6, 6 - 4 അല്ലേ? 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ ദറ്റ് ഈസ് 2. നെക്സ്റ്റ് അഗെയിൻ 6, 2 + 2 + 2 + 2 8. 8 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ദറ്റ് ഈസ് 0 അല്ലേ? ഏതൊക്കെ കിട്ടിയേ? ഫസ്റ്റ് 2 3 ആയിരുന്നു അല്ലേ? ഫസ്റ്റ് 3 + 3 ദറ്റ് ഈസ് 6, 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ ദറ്റ് ഈസ് 2 അല്ലേ? ദറ്റ് ഈസ് 6 - 4 ചെയ്താലും മതി, ദറ്റ് ഈസ് 2. നെക്സ്റ്റ് അഗെയിൻ 3 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് ഈസ് 9, 9 - 4 ദറ്റ് ഈസ് 5, 5 - again 4 ദാറ്റ്സ് ഈക്വൽ ടു 1. അല്ലെങ്കിൽ 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എലമെൻറ്റ് ദാറ്റ് ഈസ് 1. ഓക്കെ, ദാറ്റ് ഈസ് 1. നെക്സ്റ്റ് അഗെയിൻ 3 + 3 + 3 + 3 ദാറ്റ് ഈസ് 12. 12 മൾട്ടിപ്പിൾ ഓഫ് 3 ആയതുകൊണ്ട് ദാറ്റ് ഈസ് 0, ദാറ്റ് ഈസ് 0 അല്ലേ? നെക്സ്റ്റ് ഇനി 0 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സെറ്റ് ദാറ്റ് ഈസ് 0. ഇത് തന്നെയാണ് Z4 അഡീഷൻ മോൾ ഓഫ് 4. ഈ ഒരു ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്തായിരുന്നു? ജനറേറ്റിംഗ് സെറ്റ് 1 അല്ലേ? ജനറേറ്റിംഗ് സെറ്റ് 1 നമുക്ക് എന്താ കിട്ടിയേ? 0 1 2 3 കിട്ടി. അതേ സെറ്റ് തന്നെയാണ് ജനറേറ്റിംഗ് സെറ്റ് 3. ഇതും ഇത് തന്നെയാണ് അല്ലേ? 0 1 2 3. അപ്പോൾ ഇതെല്ലാം എന്താണ്? പ്രോപ്പർ സബ് ഗ്രൂപ്പ് അല്ല അല്ലേ? കാരണം Z4 തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പ് എന്തായിരുന്നു? Z4 തന്നെ ആയിരുന്നു. പിന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ജനറേറ്റിംഗ് സെറ്റ് 2 ദാറ്റ്സ് ഈക്വൽ ടു ദ സെറ്റ് 0 2. ഇതൊരു പ്രോപ്പർ സബ് ഗ്രൂപ്പാണ്. നെക്സ്റ്റ് ട്രിവിയൽ ഗ്രൂപ്പ് അല്ലേ? ദാറ്റ് ഈസ് 0 ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എത്ര സബ് ഗ്രൂപ്പ് ഉണ്ട്? പ്രോപ്പർ സബ് ഗ്രൂപ്പ് ഉണ്ട്. ഒരു പ്രോപ്പർ. എന്നാൽ പ്രോപ്പർ പറഞ്ഞു കഴിഞ്ഞാൽ
ഐഡൻറ്റിറ്റി എലമെൻറ്റും വോൾ ഗ്രൂപ്പും അല്ലാത്ത ഗ്രൂപ്പ്, അതാണ് പ്രോപ്പർ സബ് ഗ്രൂപ്പ്. ദാറ്റ് ഈസ് Z2 ആണ് പ്രോപ്പർ സബ് ഗ്രൂപ്പ്. അപ്പോൾ ഏതൊക്കെയാണ് Z4ൻ്റെ സബ് ഗ്രൂപ്പുകൾ? Z4 ആ ഗ്രൂപ്പ് അതിൻ്റെ തന്നെ സബ് ഗ്രൂപ്പാണ്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് 0, 2, നെക്സ്റ്റ് ട്രിവിയൽ ഗ്രൂപ്പ് E, ദാറ്റ് ഈസ് 0. ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. 3 സബ് ഗ്രൂപ്പാണ് Z4 അഡീഷൻ മോഡൽ ഓഫ് 4 ഉള്ളത്. ഇനി നമ്മൾ കോസെറ്റ് എടുക്കാം. കോസെറ്റ് എടുക്കണമെങ്കിൽ ഫസ്റ്റ് എന്താ വേണ്ടേ? ഒരു സബ് ഗ്രൂപ്പ് എടുക്കണം. ദാറ്റ് ഈസ് H ഈക്വൽ ടു ദ സെറ്റ് 0, 2. ഈ ഗ്രൂപ്പ് എടുക്കാൻ പോവാണ്, ജനറേറ്റിംഗ് സെറ്റ് 2. നമുക്ക് 2 കോസെറ്റ്സുകളുണ്ട്. ഒന്ന് ലെഫ്റ്റ് കോസെറ്റ്സ്, രണ്ടാമത്തെ റൈറ്റ് കോസെറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ് ലെഫ്റ്റ് കോസെറ്റ്? ലെഫ്റ്റ് കോസെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ Z4ലെ ഏതെങ്കിലും ഒരു എലമെൻ്റ് എടുക്കുക. ദാറ്റ് ഈസ് 0 ഞാൻ എടുത്തു. 0 പ്ലസ് അഡീഷൻ മോഡൽ ഓഫ് 4H. എന്താ വേണ്ടേ? സെഡിൽ Hൽ ഏതൊക്കെ എലമെൻ്റ് ഉണ്ടോ അതിനെയെല്ലാം 0 കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാം. 0 കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും സെയിം സെറ്റാണ് കിട്ടുക അല്ലേ? ദാറ്റ് ഈസ് 0, 2. 0 പ്ലസ് 0, 0. 0 പ്ലസ് 2, 2. നെക്സ്റ്റ് അടുത്ത എലമെൻറ്റ് 1 അഡീഷൻ മോഡൽ ഓഫ് 4H. ഇതെല്ലാം ലെഫ്റ്റ് കോസെറ്റാണ്. Hൻ്റെ ലെഫ്റ്റിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇതിലെ എല്ലാ എലമെൻറ്റ്സിനെയും 1 കൊണ്ട് ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ നിന്ന് വരും 0 പ്ലസ് 1, ദാറ്റ് ഈസ് 1. 2 പ്ലസ് 1, ദാറ്റ് ഈസ് 3. അഡീഷൻ മോഡൽ ഓഫ് 4 ആണ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് 3. നെക്സ്റ്റ് അടുത്ത എലമെൻറ്റ് 2 പ്ലസ് അഡീഷൻ മോഡൽ ഓഫ് 4H. Hലെ എല്ലാ എലമെൻറ്റ്സിനെയും 2 കൊണ്ട് ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് 0 പ്ലസ് 2, ദാറ്റ് ഈസ് 2. 2 പ്ലസ് 2, ദാറ്റ് ഈസ് 0. കാരണം അഡീഷൻ മോഡൽ ഓഫ് 4 ആണ്, ദാറ്റ് ഈസ് 0. ഇത് രണ്ടും സെയിം കോസെറ്റാണ് അല്ലേ? 0 അഡീഷൻ മോഡൽ ഓഫ് 4ഉം 2 അഡീഷൻ മോഡൽ ഓഫ് 4Hഉം സെയിം സെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനിയുണ്ടോ? ഇനി ഒരു എലമെൻറ്റും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് 3 അഡീഷൻ മോഡൽ ഓഫ് 4H. എന്താ വേണ്ടേ? Hലെ എല്ലാ എലമെൻറ്റ്സിനെയും 3 കൊണ്ട് ആഡ് ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 3 പ്ലസ് 0, 3. 3 പ്ലസ് 2, ദാറ്റ് ഈസ് 5. 5 അഡീഷൻ മോഡൽ ഓഫ് 4 എന്താണ്? 1 അല്ലേ? ഇത്രയാണ്. എത്ര കോസെറ്റ് ഉണ്ട്? 4 കോസെറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതിലെ ഈ 2 കോസെറ്റും ഈക്വലാണ് അല്ലേ? അതുപോലെ തന്നെ ഈ 2 കോസെറ്റും ഈക്വലാണ് അല്ലേ? അപ്പോൾ ഇതാണ് ലെഫ്റ്റ് കോസെറ്റുകൾ. അപ്പോൾ 2 കോസെറ്റേ ഉള്ളൂ, കാരണം ഇത് രണ്ടും സെയിം കോസെറ്റാണ്. അതുപോലെ തന്നെ ഇത് രണ്ടും സെയിം കോസെറ്റാണ്. അതുപോലെ തന്നെ റൈറ്റ് കോസെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? HA. ഇത് നമ്മൾ എടുത്തത് AH. ഇതാണ് ലെഫ്റ്റ് കോസെറ്റ് HA. എന്തുകൊണ്ടാണ് ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചേ? എപ്പോഴും ഇത് രണ്ടും ഈക്വൽ ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് നോക്കാം. ഇത് ഈ കേസിൽ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് HA പറഞ്ഞു കഴിഞ്ഞാൽ Hലെ എല്ലാ എലമെൻറ്റ്സിനെയും A കൊണ്ട് റൈറ്റ് ഓപ്പറേഷൻ ചെയ്യാം. എന്തായിരുന്നു A? നമ്മൾ എടുത്ത് A എന്നുള്ള എലമെൻറ്റ് ഒന്നാമത്തെ കേസിൽ 0 എടുത്തു, രണ്ടാമത്തെ കേസിൽ 1 എടുത്തു, മൂന്നാമത്തെ കേസിൽ 1, 2, 3 എല്ലാം എടുത്തു. അതേപോലെ ഇവിടെ എന്ത് ചെയ്യാം? ഫസ്റ്റ് H അഡീഷൻ മോഡൽ ഓഫ് 4 0. ഇതെടുക്കുമ്പോൾ നമുക്ക് ഇത് സെയിം സെറ്റാണ് കിട്ടുക അല്ലേ? 0 2. നിങ്ങൾ ചെക്ക് ചെയ്യാൻ ഞാൻ ഒന്ന് സ്പീഡ് പറയാൻ പോവുകയാണ്. നെക്സ്റ്റ് H അഡീഷൻ മോഡൽ ഓഫ് 4 1. ദാറ്റ്സ് ഈക്വൽ ടു വീണ്ടും, കാരണം ഇത് കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും ഈക്വൽ ആയിരിക്കും. എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ്? ആ ഗ്രൂപ്പിലെ എല്ലാ എലമെൻറ്റ്സും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഈസ് A സ്റ്റാർ B ഈക്വൽ ടു B സ്റ്റാർ A ആണെങ്കിൽ അതിനെ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് എന്നാണ് പറയുക, അബീലിയൻ ഗ്രൂപ്പ് എന്നാണ് പറയുക. അപ്പോൾ അബീലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും ഈക്വൽ ആയിരിക്കും. ഓക്കെ, റിസൾട്ടാണ് പഠിച്ചു വെക്കുക. ദാറ്റ് ഈസ് H അഡീഷൻ മോഡൽ ഓഫ് 4 1 എന്തായിരിക്കും? 1 3 ആയിരിക്കും. ചെക്ക് ചെയ്യുക നിങ്ങൾ. നെക്സ്റ്റ് H അഡീഷൻ മോഡൽ ഓഫ് 4 2, ദാറ്റ്സ് ഈക്വൽ ടു 2 0 ആയിരിക്കും. നെക്സ്റ്റ് H അഡീഷൻ മോഡൽ ഓഫ് 4 3, ദാറ്റ്സ് ഈക്വൽ ടു 3 1 ആയിരിക്കും. ഇതാണ് കോസെറ്റ്. ഓക്കെ, അപ്പോൾ കോസെറ്റ് 2 രീതിയിലുണ്ട്. ലെഫ്റ്റ് കോസെറ്റ് ഉണ്ട്, റൈറ്റ് കോസെറ്റ് ഉണ്ട്. എപ്പോഴും ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും ഈക്വൽ ആവണമെന്നില്ല. ഈക്വൽ ആകുമ്പോൾ എപ്പോൾ? തന്നിട്ടുള്ള ഗ്രൂപ്പ് സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ അബീലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് തിയറം. ഇഫ് H is a subgroup of the finite group G, then for all AB belongs to G. First result, the
number of elements, the cardinality of the left coset AH equal to the cardinality of H. That is, number of elements in the set AH also equal to the number of elements in H. Second result, either AH equal to BH or AH intersection BH equal to MT. അഥവാ രണ്ട് കോസെറ്റ്, ഒരു ജി എന്നുള്ളത് എച്ച് എന്നുള്ളത് ജിയുടെ ഒരു സബ് ഗ്രൂപ്പാണ്. എ ബി ടു ആർബിറ്ററി എലമെൻറ്റ്സ് ഇൻ ജി. ദെൻ ഫസ്റ്റ് റിസൾട്ട്, ഏതൊരു കോസെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും എച്ചിൻ്റെ ഏതൊരു കോസെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതേ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും എച്ചിലുണ്ടായിരിക്കുക. ദാറ്റ് ഈസ് കാർഡിനാലിറ്റി ഓഫ് എ എച്ച് ഈക്വൽ ടു ദ കാർഡിനാലിറ്റി ഓഫ് എച്ച്. Second, the left coset AH and left coset BH, that is AH equal to BH for any AB belongs to G or AH intersection BH equal to MT. ഏത് രണ്ട് കോസെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതെന്തായിരിക്കും, ഒന്നെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അത് രണ്ടും എം ടി ആയിരിക്കും, ഇൻ്റർസെക്ഷൻ എം ടി ആയിരിക്കും. കഴിഞ്ഞ റിസൾട്ട് നമ്മൾ കിട്ടി, രണ്ട് കോസെറ്റ് എടുത്തു. കഴിഞ്ഞ റിസൾട്ടിൽ നമ്മൾ എടുത്തു ഇതൊരു കോസെറ്റാണ്, ഇതൊരു കോസെറ്റാണ്, ഇതൊരു കോസെറ്റാണ്, ഇതൊരു കോസെറ്റാണ്. എപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ഒന്നെങ്കിൽ ഇതിലെ കോസെറ്റുകൾ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷനിൽ എം ടി ആയിരിക്കും. ഒരു എലമെൻറ്റ് പോലും കോമൺ ആയിട്ട് ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ നോക്കി, ഇത് രണ്ടും ഈക്വൽ ആയിരുന്നു അല്ലേ, ഇത് രണ്ടും ഈക്വൽ ആയിരുന്നു. അപ്പോൾ ഏത് കോസെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിലോ അതിൽ കോമൺ ആയിട്ട് ഒരു എലമെൻറ്റ് ഉണ്ടാവില്ല. ഇവിടെ നോക്കി, ഇത് രണ്ടും ഈക്വലാണ്, ഇത് രണ്ടും ഈക്വലാണ്, അല്ലെങ്കിലോ ഇത് രണ്ടും എടുക്കുകയാണെങ്കിൽ ഇതിൽ ഒരു കോമൺ എലമെൻ്റ് ഇല്ല. ഓക്കെ, അതാണ് രണ്ട് റിസൾട്ട്. അഥവാ ഏതൊരു ലെഫ്റ്റ് കോസെറ്റ് എടുത്ത് അതേപോലെ ആ സെറ്റിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ റിസൾട്ട്, ഏത് രണ്ട് കോസെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഒന്നെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അത് മ്യൂച്വലി ഡിസ്ജോയിൻ്റ് ആയിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, റിസൾട്ട് ഒന്നുകൂടി പറയാം. ഇഫ് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി, ഫൈനൈറ്റ് ഗ്രൂപ്പ് ജി, then for all AB belongs to G, the cardinality of AH equal to the cardinality of H. എന്താണ് cardinality? Number of elements in that set. Next, second result, either AH equal to BH or AH intersection BH equal to MT. That is, AH and BH are mutually disjoint. Okay, നമുക്ക് വൺ ബൈ വൺ പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത്, ദാറ്റ് ഈസ് കാർഡിനാലിറ്റി ഓഫ് എ എച്ച് ഈക്വൽ ടു ദ കാർഡിനാലിറ്റി ഓഫ് എച്ച്. ഓക്കെ, എങ്ങനെ പ്രൂവ് ചെയ്യാം? എപ്പോഴാണ് രണ്ട് സെറ്റിലെ എലമെൻസിൻ്റെ എണ്ണം ഈക്വൽ ആണ് എന്ന് പറയാം? ദാറ്റ് ഈസ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എ എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ് എച്ച്. ഇത് പ്രൂവ് ചെയ്യും. നെക്സ്റ്റ്, number of elements in H also always less than or equal to number of elements in AH. ഈ രണ്ട് ഇൻഇക്വാലിറ്റി, നമ്മൾ രണ്ട് നമ്പർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈയും വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സും ആണെങ്കിൽ ഇതെന്ന് പറയും എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയും അല്ലേ. അതേപോലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എച്ചും, അതേപോലെ നമ്പർ ഓഫ് elements in H less than or equal to number of elements in coset, left coset AH. ഇത് രണ്ടും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് റിസൾട്ട് യൂസ് ചെയ്ത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ AH, ദാറ്റ് ഈസ് കോസെറ്റ്, ലെഫ്റ്റ് കോസെറ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് ഈ എലമെൻറ്റ്സ് ഇൻ H എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോണത് ദ കാർഡിനാലിറ്റി ഓഫ് AH ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ കാർഡിനാലിറ്റി ഓഫ് H, ദാറ്റ് ഈസ് ഫസ്റ്റ്. നെക്സ്റ്റ്, ദ കാർഡിനാലിറ്റി ഓഫ് എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ കാർഡിനാലിറ്റി ഓഫ് എച്ച്. ഈ രണ്ട് റിസൾട്ടും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് കാർഡിനാലിറ്റി ഓഫ് എ എച്ച് ഈക്വൽ ടു ദ കാർഡിനാലിറ്റി ഓഫ് എച്ച്. ഓക്കെ, ഇതിലെ ഒരു കാര്യം ട്രിവിയലാണ്. എന്താണ് എച്ച് സബ്സെറ്റ് ഓഫ് ജി ആണ്. ജിയിലെ ഒരു എലമെൻ്റാണ് എ എന്നെടുക്കുന്നത് അല്ലേ, ദാറ്റ് ഈസ് എ ബിലോങ്സ് ടു ജി ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോണെന്നാണ്, എച്ചിലെ എല്ലാ എലമെൻസിനെയും, ദാറ്റ് ഈസ് എച്ചിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് കുറച്ച് ആർബിറ്ററി എലമെൻറ്റ്സ് എഴുതാൻ പോകണം. എ ബി സി, കാരണം ജി ഫൈനൈറ്റ് സെറ്റ് ആയതുകൊണ്ട് അതിൻ്റെ സബ് ഗ്രൂപ്പും ഫൈനൈറ്റ് ആയിരിക്കും. ദെൻ എച്ചിലെ എലമെൻസിനെ ഞാൻ സം A1 B1 C1 എന്ന് എഴുതി. എന്താണ് എ എച്ച്?
AH AA1 AB1 AC1 ആയിരിക്കും. ഇതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് രണ്ടും ഈക്വൽ ആണ്. ഇനി അല്ലാത്ത കേസ് എന്താ വരിക? ഇതിലെ എ എന്ന എലമെൻറ്റ് കൊണ്ട് ഇതിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇത് രണ്ടും സെയിം എലമെൻറ്റ് വരാം. ഒരു പക്ഷേ എന്ത് വരാം? A1 ഈക്വൽ ടു AC1 ഇങ്ങനെ വരാം. ഇങ്ങനെ വരുന്ന കേസിലാണ് ഇതിലെ നമ്പർ ഓഫ് എലമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് റെഡ്യൂസ് ചെയ്യും അല്ലേ? നമ്മൾ എ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ എലമെൻറ്റ്സ് സെയിം ആയി വരിക. ദാറ്റ് ഈസ് A1 AC1 അല്ലെങ്കിൽ A1 സം AB1 ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ രണ്ടും ഒരേ എലമെൻറ്റ് കിട്ടുമ്പോഴാണ് നമ്മൾ ആ സെറ്റിൻ്റെ അകത്ത് ഒന്ന് മൈനസ് ചെയ്ത് എഴുതുക. അപ്പോൾ എപ്പോഴും AHലെ എലമെൻസിൻ്റെ എണ്ണം കുറയാനേ സാധ്യതയുള്ളൂ, ഒരിക്കലും കൂടില്ല. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം AH ഓൾവേസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ AH ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് H ആയിരിക്കും. കാരണം ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ രണ്ട് എലമെൻറ്റ് സെയിം ആയി വരാം, ഗ്രൂപ്പ് ആയതുകൊണ്ട് രണ്ട് എലമെൻറ്റ് സെയിം ആയി വരാം. അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും? ഇതിലെ ഒരു എലമെൻറ്റ് കുറയും അല്ലേ, ഒരിക്കലും കൂടില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിലെ ഒരു എലമെൻറ്റ് കുറയും. അപ്പോൾ എപ്പോഴും നമ്പർ ഓഫ് എലമെൻറ്റ് ഇൻ AH ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് H ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഇക്വാലിറ്റി ട്രിവിയലാണ് അല്ലേ, ഒന്നാമത്തെ ഇൻഇക്വാലിറ്റി ട്രിവിയലാണ്. ഇനി നമ്മൾ ഈ ലെസ് ദാൻ ദാറ്റ് ഈസ് നമ്പർ ഓഫ് AH ലെസ് ദാൻ നമ്പർ ഓഫ് H എന്ന കേസ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ഇനി പ്രൂവ് ചെയ്യാൻ പോണില്ല. ഇത് പ്രൂവ് ചെയ്യാതെ തന്നെ നമുക്കറിയാം ഈ ഒരു റിസൾട്ടിൽ നിന്ന് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ AH ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് H കിട്ടി. അപ്പോൾ ഇവിടെ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് ലെസ് ദാൻ എപ്പോഴെങ്കിലും സംഭവിക്കുമോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത്. ഈ ലെസ് ദാൻ സംഭവിക്കില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം ഇവിടെ ഇതെപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ലെസ് ദാൻ ഒരിക്കലും സംഭവിക്കണില്ലെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ടു ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം, ഇങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. എങ്ങനെ ചെക്ക് ചെയ്യാം? എപ്പോഴാണ് ഇതിങ്ങനെ സംഭവിക്കുക? ഏതെങ്കിലും ഒരു എലമെൻറ്റ് രണ്ട് എലമെൻറ്റിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് രണ്ടും ഈക്വലായി വരിക അല്ലേ. ദാറ്റ് ഈസ് ഇവിടെ ഈ ഒരു കേസിനെ എടുക്കാൻ പോവാണ്. ദാറ്റ് ഈസ് AA1 ഈക്വൽ ടു സം AC1 ഇങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുക? ഇതിനെ എലമെൻറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ് ഇതിൽ കുറയാം. ദാറ്റ് ഈസ് ഇവിടെ AA1ഉം AC1ഉം എവിടെയുള്ള എലമെൻറ്റ്സ് ആണ്? ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സാണ്. കാരണം ജിയിലുള്ള G സബ്സെറ്റോ H എന്താണ്? സബ് ഗ്രൂപ്പ് ഓഫ് G ആണ്. ജിയിലുള്ള എലമെൻറ്റ്സ് ആണ് AC1 A1 എല്ലാം ജിയിലെ എലമെൻറ്റ്സാണ്. അപ്പോൾ തൊട്ട് മുന്നത്തെ നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ട്, ലെഫ്റ്റ് ക്യാൻസലേഷൻ റൂള്. ദാറ്റ് ഈസ് A1 C1 ഇത് ജിയിലുള്ള എലമെൻറ്റ്സ് ആയതുകൊണ്ട് എയുടെ ഇൻവേഴ്സ് ആ ഗ്രൂപ്പിലുണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യാം? ഈ ഇക്വേഷനെ A ഇൻവേഴ്സ് A1 ലെഫ്റ്റിൽ A ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് A ഇൻവേഴ്സ് AC1 ദാറ്റ് ഈസ് A ഇൻവേഴ്സ് A ദാറ്റ് ഈസ് A1 ഈക്വൽ ടു C1 ദാറ്റ് ഈസ് A1 ഈക്വൽ ടു C1 ദാറ്റ് ഈസ് A1 ഈക്വൽ ടു C1 ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ഇങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ആക്കി എഴുതില്ല. എപ്പോഴെങ്കിലും അത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ A1 ഈക്വൽ ടു C1 ആയിരിക്കും. Therefore ഇത് ഒരിക്കലും സംഭവിക്കില്ല. ഇങ്ങനെ ഇതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഒരിക്കലും ഈ ഒരു റിസൾട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഓക്കെ, ദാറ്റ് ഈസ് A1 B1 C1 ഇതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ഒരിക്കലും എന്തില്ല? ഇതിൻ്റെ A1 AB1 AC1 ഇതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ഇനി ഇത് ഈക്വൽ ആണെങ്കിലോ ഇതിലെ ആ കറസ്പോണ്ടിങ് എലമെൻറ്റ്സും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഇഫ് A1 ഈക്വൽ ടു AC1 വി ഗെറ്റ് A1 ഈക്വൽ ടു C1. ഓക്കെ, ഇപ്പം നമ്മളിവിടെ എഴുതിയ എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് എലമെൻ്റ് ആണ് ഇവിടെ എഴുതുക. Hൽ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ A1 ഏതെങ്കിലും രണ്ട് എലമെൻറ്റിനെ A കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സെയിം എലമെൻറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടിയത്? A1 ഈക്വൽ ടു C1 എന്നാണ് കിട്ടിയത്. ഇത് രണ്ടും ഈക്വലാണ് എന്നാണ് കിട്ടിയത്. അതൊരിക്കലും സംഭവിക്കില്ല, കാരണം ഡിസ്റ്റിങ്ക്റ്റ് എലമെൻ്റ് ആണ് ഇത്. Therefore ഇത് ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ ഈ ലെസ് ദാൻ എന്ന ഇന്നിക്വാളിറ്റി ഒരിക്കലും സംഭവിക്കില്ല. Therefore ഫ്രം ദീസ് നമുക്ക് എന്ത് കിട്ടും? AH ഈക്വൽ ടു ദ കാർഡിനാലിറ്റി ഓഫ് ലെഫ്റ്റ് കോസെറ്റ് H in G
ഈക്വൽ ടു ദ കാർഡിനാലിറ്റി ഓഫ് എച്ച്. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സെക്കൻഡ് റിസൾട്ടാണ്. എന്താണ് സെക്കൻഡ് റിസൾട്ട്? ദാറ്റ് ഈസ് എ എച്ച് ഈക്വൽ ടു ബി എച്ച് ആയിരിക്കും. ദാറ്റ് ഈസ് ഫോർ എനി എ ബി ബിലോങ്സ് ടു ജി, എ എച്ച് ഈക്വൽ ടു ബി എച്ച് ഓർ എ എച്ച് ഇൻ്റർസെക്ഷൻ ബി എച്ച് ഈക്വൽ ടു എം ടി. അപ്പോൾ ഏത് രണ്ട് കോസെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അത് രണ്ടും മ്യൂച്വലി ഡിസ്ജോയിൻ്റ് ആയിരിക്കും. ഓക്കെ, എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഏത് രണ്ട് കോസെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും എ എച്ച് ബി എച്ച് ഏത് രണ്ട് കോസെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഒന്നെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ എ എച്ച് ഇൻ്റർസെക്ഷൻ ബി എച്ച് എം ടി ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് എ എച്ച് ഇൻ്റർസെക്ഷൻ ബി എച്ച് നോട്ട് ഈക്വൽ ടു എം ടി എന്ന് അസ്യൂം ചെയ്തു. ഒന്നെങ്കിൽ ഇതായിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും അല്ലേ, അഥവാ ഒന്നെങ്കിൽ ഇതായിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, എ എച്ച് ഇൻ്റർസെക്ഷൻ ബി എച്ച് നോട്ട് ഈക്വൽ ടു എം ടി എന്ന് പ്രൂവ് എടുത്തു. ഇതല്ലെങ്കിൽ ഇതാണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതല്ലെങ്കിൽ ദാറ്റ് ഈസ് ദിസ് ഈസ് നോൺ എം ടി ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എ എച്ച് ഈക്വൽ ടു ബി എച്ച്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അസ്യൂം ദാറ്റ് എ എച്ച് ഇൻ്റർസെക്ഷൻ ബി എച്ച് ദാറ്റ് ഈസ് ലെഫ്റ്റ് കോസെറ്റ് എ എച്ച് ഇൻ്റർസെക്ഷൻ ലെഫ്റ്റ് കോസെറ്റ് ബി എച്ച് നോട്ട് ഈക്വൽ ടു എം ടി. Then we have to prove that the coset AH equal to the coset BH. Okay. ഇത് എം ടി അല്ലെങ്കിൽ there exists at least one element C belongs to AH intersection BH. എം ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഇൻ്റർസെക്ഷനിൽ ഒരു എലമെൻറ്റും ഇല്ല. ഇനി എം ടി അല്ല പറഞ്ഞു കഴിഞ്ഞാലോ അറ്റ്ലീസ്റ്റ് ഒരു എലമെൻറ്റെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എം ടി അല്ല എന്ന് പറയും. അപ്പോൾ there exists C belongs to AH intersection BH അല്ലേ? AH intersection BH പറഞ്ഞാൽ എന്താണ്? C belongs to AH and C belongs to BH, ലെഫ്റ്റ് കോസെറ്റ് BH. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? AH ഈക്വൽ ടു BH, അഥവാ ഈ രണ്ട് സെറ്റും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത് AH സബ്സെറ്റ് ഓഫ് BH. സെക്കൻഡ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ബി എച്ച് ഓൾസോ സബ്സെറ്റ് ഓഫ് എ എച്ച്. ഈ രണ്ട് റിസൾട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും അല്ലേ? അപ്പം നമുക്ക് ആകെ അറിയണ കാര്യം എന്താണ്? ഇതിൽ രണ്ടിലും ഒരു കോമൺ എലമെൻ്റ് ഉണ്ട്. ആ കോമൺ എലമെൻറ്റിനെ അറ്റ്ലീസ്റ്റ് ഒരു കോമൺ എലമെൻ്റ് ഉണ്ട്. ആ കോമൺ എലമെൻറ്റിനെ സി എന്ന് വിളിച്ചു. ദാറ്റ് ഈസ് സി ബിലോങ്സ് ടു എ എച്ച് ആൻഡ് സി ബിലോങ്സ് ടു ബി എച്ച്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ എച്ച് സബ്സെറ്റ് ഓഫ് ബി എച്ച് ഓൾസോ ബി എച്ച് സബ്സെറ്റ് ഓഫ് എ എച്ച്. ഫസ്റ്റ് എന്ത് ചെയ്യാം? ഇതിലെ എ എച്ച് സബ്സെറ്റ് ഓഫ് ബി എച്ച് ഇതൊന്ന് പ്രൂവ് ചെയ്യാം. എങ്ങനെ പ്രൂവ് ചെയ്യാം? എച്ചിലെ എ എച്ചിലെ ഒരു ആർബിറ്ററി എലമെൻ്റ് എടുത്തു. ദാറ്റ് ഈസ് ഇഫ് എക്സ് ബിലോങ്സ് ടു എ എച്ച്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതിലെ ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഈ സെറ്റിലുണ്ടായിരിക്കണം അല്ലേ? ഇഫ് എക്സ് ബിലോങ്സ് ടു എ എച്ച് ദാറ്റ് ഇംപ്ലൈസ് എക്സ് എ എച്ചിലുണ്ടെങ്കിൽ ഈ എക്സ് ഏത് ഫോമിലായിരിക്കും? സം എക്സ് ഈക്വൽ ടു സം എ എച്ച് ഫോർ സം എച്ച് ബിലോങ്സ് ടു എച്ച് ആയിരിക്കും അല്ലേ? അതാണ് കോസെറ്റിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, പക്ഷെ സി ബിലോങ്സ് ടു എ എച്ച് ഇൻ്റർസെക്ഷൻ ബി എച്ച് ആയതുകൊണ്ട് സിനെ എങ്ങനെ എഴുതാം? സി ഈക്വൽ ടു സം എ എച്ച് വണ്ണും അതേപോലെ സി ബി എച്ചിലുണ്ട്. അതേപോലെ സീനെ എങ്ങനെ എഴുതാം? സം ബി എച്ച് ടു ഇങ്ങനെ എഴുതാം അല്ലേ? ഈ എച്ച് വണ്ണും എച്ച് ടും ഈക്വൽ ആവണമെന്നില്ല. ദാറ്റ് ഈസ് സി ബിലോങ്സ് ടു എ എച്ച് ഉണ്ടായതുകൊണ്ട് സി ഈക്വൽ ടു സം എ എച്ച് വൺ എന്ന് എഴുതാം. നെക്സ്റ്റ് സി ബിലോങ്സ് ടു ബി എച്ചിൽ ഉണ്ടാവുന്നത് സി ഈക്വൽ ടു സം ബി എച്ച് ടു എന്ന് എഴുതാം. ഈ എച്ച് വണ്ണും ഈ എച്ച് ടും ഈക്വൽ ആവണമെന്നില്ല, അതുകൊണ്ടാണ് എച്ച് വൺ എച്ച് ടു എന്ന് എഴുതിയത്. ഓക്കെ, പക്ഷെ ഇത് രണ്ടും സെയിം എലമെൻ്റ് ആയതുകൊണ്ട് ഇതും സി ആണ് ഇതും സി ആണ്. ഫ്രം ദിസ് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? എ എച്ച് വൺ ഈക്വൽ ടു ബി എച്ച് ടു എന്ന് എഴുതാം, കാരണം രണ്ടും സി ആണ് ഇല്ലേ? ഇതിലെല്ലാം ഗ്രൂപ്പിലെ എലമെൻ്റ് ആയതുകൊണ്ട് ഇവിടുന്ന് എ ഈക്വൽ ടു ഇവിടെ എന്ത് ചെയ്യാം? എച്ച് ഇൻവേഴ്സ് കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ബി എച്ച് ടു എച്ച് വൺ ഇൻവേഴ്സ് എന്ന് കിട്ടും അല്ലേ? ഈ എ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ബി എച്ച് ടു എച്ച് ഇൻവേഴ്സ് എച്ച്, എച്ച് വൺ ഇൻവേഴ്സ് എച്ച്, ബി എക്സ് ഈക്വൽ ടു ബി എച്ച് ടു എച്ച് ഇൻവേഴ്സ് വൺ എച്ച്. എന്താണ് എച്ച് ടു?
H2 ബിലോങ്സ് ടു എച്ച് ആണ്. അതേപോലെ H1 ഇൻവേഴ്സും ബിലോങ്സ് ടു എച്ച് ആണ്. എച്ചും ബിലോങ്സ് ടു എച്ച് ആണ്. ഈ 3 എലമെൻറ്റും എച്ചിലെ എലമെൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പറേഷനും എന്തായിരിക്കും, ഇത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എലമെൻ്റ് എന്തുണ്ടായിരിക്കും, എച്ചിലുണ്ടായിരിക്കും. ദാറ്റ് ഈസ് H2 എച്ച് ഇൻവേഴ്സ് എച്ച് ഓൾസോ ബിലോങ്സ് ടു എച്ച് അല്ലേ. ദെയർഫോർ ബി എച്ച് സം ബി എച്ച് വേണമെങ്കിൽ 3 എന്ന് എഴുതാം. കാരണം ഇതെല്ലാം ഇത് 3 എലമെൻറ്റ്സ് ഇൻ എച്ച് ആയതുകൊണ്ട് എച്ച് സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇതെന്ത് ചെയ്യും, ഇതും എന്തുണ്ടാവും, എച്ചിലുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ബി ഇൻറ്റു H3. ബി ഇൻറ്റു H3 പറഞ്ഞ എന്താണ്, ലെഫ്റ്റ് കോസെറ്റ് ഓഫ് ബി എച്ച്. ദാറ്റ് ഈസ് എക്സ് ഓൾസോ ബിലോങ്സ് ടു എച്ച് ബി എച്ച്. എന്താ കിട്ടിയേ, എക്സ് എ എക്സിലെ എക്സ് എന്ന ഒരു എലമെൻ്റ് എടുത്തു, ആ എലമെൻ്റ് എന്നിട്ട് ബി എച്ചിൽ കിട്ടി. ദാറ്റ് ഈസ് എ എച്ച് സബ്സെറ്റ് ഓഫ് ബി എച്ച്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ കോൺവേഴ്സ് പാർട്ടും കൂടി, ദാറ്റ് ഈസ് സെക്കൻഡ് പാർട്ടും കൂടിയും ചെയ്യാം. ഇതേ സെയിം മെത്തേഡ്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ബുക്കിൽ പേജ് നമ്പർ 251 ഇതിൻ്റെ കംപ്ലീറ്റ് പ്രൂഫ് ഉണ്ട്. ഓക്കെ, അതും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. വൃത്തിയിൽ 1 by 1 സ്റ്റെപ്പ് ബുക്കിലുണ്ട്, ടെക്സ്റ്റ് നിങ്ങൾക്ക് തന്ന നോട്ടിലുണ്ട്. ഓരോ സ്റ്റെപ്പിൻ്റെയും റീസൺ സൈഡിൽ എഴുതിയിട്ടുണ്ട്. കംപ്ലീറ്റ് വൃത്തിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ഒരു തിയറുണ്ട്, ലഗ്രാഞ്ചസ് തിയറം. അത് അടുത്ത ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.